അധികം പഴുപ്പില്ലാത്ത പഴം എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കിതിനൊന്ന് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ തിളച്ച വെള്ളത്തിൽ ഇത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പഴത്തിൻ്റെ തൊലി ഇതുപോലെ വിട്ട് വരുമ്പോൾ നമുക്കിത് ഡ്രെയിൻ ചെയ്തിട്ട് തോല് കളഞ്ഞിട്ട് ഇതിനൊന്ന് മാഷ് ചെയ്തിട്ട് എടുക്കണം. ബാക്കി കൈകൊണ്ട് കുഴച്ച് മതി കേട്ടോ. ഇനി നമ്മൾ ബീഫ് ഒന്ന് പൊരിച്ചെടുക്കണം. ഞാൻ സാധാരണ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ച ബീഫ് മുളക് തേച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ്. എന്നെ ഇതൊന്ന് ഷ്രെഡ് ചെയ്തിട്ട് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബീഫ് ഫ്രൈ ചെയ്യാം കേട്ടോ. ഇനി കയ്യിൽ ഗീ തടവിയിട്ട് നമ്മൾ പഴത്തിൻ്റെ മിക്സ്ചർ എടുത്തിട്ട് അതിനിങ്ങനെ പരത്തി കൊടുത്ത് നമ്മൾ ഷ്രെഡ് ചെയ്ത ബീഫ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. സംഭവം ഉന്നക്കായി തന്നെയാണ്, പക്ഷേ ഫില്ലിങ്ങിൽ ചെറിയൊരു ട്വിസ്റ്റാണ്. നമ്മൾ എപ്പോഴും മധുരമല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പൈസി ബീഫ് ഉന്നക്കായി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉന്നക്കായിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇനി ബാക്കിയുള്ള ഉന്നക്കായിൽ അത് നിങ്ങൾക്ക് ഫ്രോസൺ ആക്കിയിട്ട് സിപ്പ് ലോക്ക് ബാഗിൽ സൂക്ഷിച്ചാൽ 2-3 ദിവസമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഫ്രോസൺ ആക്കി സിപ്പ് ലോക്ക് ബാഗിൽ കയറ്റും. അപ്പോൾ ഈ ഒരു സ്പൈസി ഉന്നക്കായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. പഴംപൊരി ബീഫും ഇഷ്ടമാണെങ്കിൽ ഇതും ഇഷ്ടമാവും. സാധാരണ നമ്മൾ മധുരത്തിലാണല്ലോ ആക്കുക. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഗീയിൽ വറുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും അതുപോലെ ഏലക്ക പൊടിച്ചതും ചേർത്തിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുക്കണേ. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഫില്ലിങ്. ഇനി മറ്റേ ഫില്ലിങ്ങിന് വീണ്ടും ഇതുപോലെ ഗീയിൽ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയും ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് പഞ്ചസാരയും 1 നുള്ള് ഏലക്കാപ്പൊടിയും 1 നുള്ള് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഫ്രൈ അല്ല, റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇതാണ് നമ്മുടെ ഫില്ലിങ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്തിട്ട് കഴിക്കും. മുട്ട പണ്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, തേങ്ങാപ്പാണ്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, അതുപോലെ ഇപ്പോൾ എനിക്ക് ബീഫ് പണ്ടോ ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ഏതാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ബീഫ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ വെരി സൂൺ. ബൈ ബൈ.